മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. വിളവെടുക്കട്ടോ? ഓക്കെ. ഈ ജനുവരി 31 ആകുമ്പോഴത്തേന് 7 മാസം തികയുന്നുണ്ട്. ഈ 7 മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 6-7 വർഷമായിട്ട് കാട് മൂടിക്കിടന്ന ഒരു സ്ഥലമാണ്. ആ കാടിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെ ആ മൂലയ്ക്ക് ശകലം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എത്രമാത്രം വലിയൊരു കാടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ കാട് വെട്ടിത്തെളിച്ച് ഇങ്ങനൊരു കൃഷി ഇറക്കി. അതിനുവേണ്ടി എൻ്റെ പിന്നിലും മുന്നിലും അതെനിക്ക് എടുത്തു പറയണം. കാര്യം ഞാൻ അവരുടെ അത്രയും ഒരിക്കലും എനിക്ക് കായിക ശേഷി ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ അവർക്കൊപ്പം എനിക്ക് വേറെ എൻ്റെ ഹസ്ബൻഡ്, അതേപോലെ ഈ 8 വനിതകളാണ്, ഞാനടക്കം 8 വനിതയും ഒരു പുരുഷനുമാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് മക്കളെ, കൃഷി ചെയ്യാൻ. ഞാൻ മക്കളെന്നാണ് അവരെ വിളിക്കുന്നത്. എല്ലാവർക്കും ഒരു 35-നും 45-നും 50-നും ഒരു ചേച്ചി മാത്രം 62 വയസ്സുള്ള ഒരു ചേച്ചി, 58-62 കണ്ടാണ്, അത്രയും പ്രായമുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞ് നമുക്ക് ഈ കൃഷി തുടങ്ങാം. അപ്പോൾ അവരെല്ലാവരും എൻ്റെ ഒപ്പം നിന്നു. ഞങ്ങൾ ഈ കാട് ഒരു 12 ദിവസത്തെ അധ്വാനമാണ് ഇതിനകത്ത് കാട് തന്നെ വെട്ടിത്തെളിക്കുന്നത്. അതിനുശേഷം ട്രാക്ടർ വെച്ച് പൂട്ടി. പിന്നെ ഒരു പൂക്കൃഷി മാത്രമാണ് ഉദ്ദേശിച്ചത് ഇത്രയും ഭാഗത്ത്. അതിൽ 1000 നമ്മൾ ഇവിടെ നിങ്ങൾ നിൽക്കുന്ന ഈ ബോർഡർ വരെ 1100 ബന്ദിച്ചെടിയാണ് ഇവിടെ നട്ടത്. അത് പവിത്രേശ്വരം കൃഷിഭവനെ എനിക്ക് എത്ര പുകഴ്ത്തിയാലും തീരത്തില്ല. കാര്യം ഉദ്യോഗസ്ഥർ എങ്ങനെ വേണമെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് അവർ. കാര്യം ഞാനും ഒരു കൃഷി ഉദ്യോഗസ്ഥയാണ് 10 തൊട്ട് 5 വരെ. അത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു കുറച്ച് സമയമൊക്കെ. പക്ഷെ ഇത്രയും വലിയൊരു പഞ്ചായത്തിലെ 2 അസിസ്റ്റന്റുമാർ രാപ്പകലില്ലാതെ അവർ ഓടുന്നു. ഇവിടെ അവരെത്തുന്ന സമയം 5:20. ആ 5:20 വരുന്നവർ മിക്കവാറും ഇവിടുന്ന് പോകുന്ന 6:10, 6:15. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സമയം മാറ്റും. കാരണം ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് വെച്ചാൽ 5:15 ആകുമ്പം തുറക്കും. ഇതിനകത്ത് 2 പേര് അംഗനവാടി വർക്കർമാർ, ഒരു ഹരിതകർമ്മ സേനാംഗം, 3 വീട്ടമ്മ, അങ്ങനെയുള്ള ഒരു ഇതാണ് ഇതിനകത്ത് ഉള്ള ആൾക്കാർ. ഇവരെല്ലാവരും ഞങ്ങൾ 5:15 ആകുമ്പോൾ ഇവിടെ എത്തും. 7:15. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തില് 2 മണിക്കൂറാണ് ഈ 1 ഏക്കർ സ്ഥലം കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. ഒരു ദിവസം പോലും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് പോലും ഇവിടെ വരാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും വരികയും അതൊരു റൊട്ടീൻ പോലെ തന്നെ. അതിൽ ഒരാൾ വന്നില്ലെങ്കിൽ അവർക്കൊരു പിണക്കമില്ല. അവസാനം ഞാൻ ഒന്നുകൂടെ കൃഷി നന്നാക്കാൻ 2ാമത്തെ പ്രാവശ്യം ഞാനൊരു കൊച്ചു പണി കാണിച്ചു കളഞ്ഞ്. കാര്യം ഓരോ കൃഷികൾ ഓരോരുത്തർക്ക് അസൈൻ ചെയ്തങ്ങ് കൊടുത്ത്. അപ്പോൾ അവർ കൃത്യമായിട്ട് തന്നെ അത് കാര്യങ്ങൾ, ഒരാൾക്ക് വെണ്ട, ഒരാൾക്ക് ക്യാബേജ്, അടുത്താൾക്ക് കോളിഫ്ലവർ, ചീര, അങ്ങനെ ഓരോന്നായിട്ട് അങ്ങ് കൊടുത്തു. അങ്ങനെ എല്ലാം നല്ല രൂപത്തിൽ തന്നെ ഇത്രയും എത്തി. പിന്നെ ഇത്രയും ഈ കൃഷി, ഇപ്പം ഞാനൊരു കൃഷി ഉദ്യോഗസ്ഥയാണ് എങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കാതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ അനിൽ മങ്ങല്യ, അദ്ദേഹത്തിനെയാണ് ആദ്യം ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അനിലെ, ഇവിടെ വരെ വരണം, ഈ സ്ഥലം ഒന്ന് നോക്കണം, എങ്ങനെയുണ്ട്, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വന്നപ്പോൾ വെള്ളമില്ല, അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാം. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പ് അംഗമാണ് തൊട്ടിപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് ആ 2 കിണറ്റിൽ നിന്നായിട്ട് വെള്ളം എടുത്ത് ഞങ്ങൾ കൃഷി തുടങ്ങി. അനിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ തൈകളായാലും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷനും എല്ലാം. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഇവിടെ നടത്തിയ ഈ ഡ്രിപ്പിൻ്റെ പണി മൊത്തം 1 രൂപ പോലും എനിക്ക് പണിക്കൂലിയായിട്ടില്ല. കാരണം ഞങ്ങളുടെ ഈ പ്രവർത്തനം കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാർ ഞങ്ങളോട് അത്രയും കാര്യമായിട്ടാണ് നിൽക്കുന്നത്. ബൈജുവാണ് ഈ പ്ലംബിംഗ് വർക്ക് മൊത്തം ചെയ്തു തന്നിരിക്കുന്നത്. പിന്നെ അനിൽ സ്വന്തമായിട്ട് തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ലേബർ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇവർ തന്നെയാണ്. ഈ പണം പോലെന്ന് വെച്ചാൽ ഭയങ്കര ഒരു നല്ല സ്ട്രെയിനുള്ളൊരു പണിയാണ്. ഒരു ദിവസം ഞങ്ങൾ അങ്ങേയറ്റം ആഞ്ഞു പിടിച്ചാൽ 3 പണയെ തീരത്തോളൂ. അങ്ങനെ 3 തവണ 36 പണയുണ്ട്. അത് ഇത്രയും അവർ ചെയ്ത് ഈ രൂപത്തിലെത്തി. വളരെയധികം സന്തോഷമുണ്ട്. അതിലുപരി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എൻ്റെ നാട്ടിലുള്ള ഒരു 7 വീട്ടമ്മമാരെ ഇനി സ്വന്തമായിട്ട് അവരൊരു കൃഷി, ഇനി ഞാനില്ലെങ്കിലും ശരി അവരൊരു കൃഷി ചെയ്യും, ആ രൂപത്തിൽ എത്തിക്കാൻ കഴിയുന്നു. അവരുടെ ഒരു കൂട്ടായ്മ, അതെനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. മേഖലയിലെ വളരെ വിരളമായിട്ട് മാത്രം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഉൽപ്പന്നമാണ് ഇന്ന് വിളവെടുക്കപ്പെട്ടത്. തണ്ണിമത്തൻ സുലഭമല്ല.
പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയം വേനലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നം കൂടാണ്. തീർച്ചയായും അത് ഈ സമയത്ത് വിളവെടുക്കാൻ നിങ്ങൾ ഒരുക്കി ഈ ഇത്രയും തരിശായിട്ടുണ്ടായിരുന്ന ഈ സ്ഥലം ഈ രീതിയിൽ ഒരു കൃഷി പ്രദേശമാക്കി എടുക്കാൻ കഴിഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. അതിനെ നേതൃത്വം കൊടുത്ത കൃഷിയുമായി കൂടുതൽ അടുപ്പവും പരിചയവുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീമതി രത്നകുമാരി ഞാൻ അഭിനന്ദിക്കുന്നു. വളരെയധികം തരിശു നിലങ്ങൾ അത് കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ മേഖലയിൽ ഇതേപോലെ ധാരാളം സ്ഥലമുണ്ട്. ഇതേപോലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളാണെങ്കിൽ പോലും ഏറ്റെടുത്തുകൊണ്ട് ഈ നൂതന കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് അത് ഇപ്പോൾ നമുക്കറിയാം ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പ്രിയപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെന്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ, നമ്മുടെ ഔദ്ദേശം പഞ്ചായത്തിലെ കൃഷി ഓഫീസർ, ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ കൃഷി ഓഫീസർ കൂടിയായ നമ്മുടെ രത്നകുമാരി മാഡം, ഇത് ഏറ്റെടുത്ത് പ്രവർത്തിച്ച വനിതാ ഗ്രൂപ്പ്, ഇപ്പോൾ ഒരു പുരുഷനും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞു, എങ്കിലും വനിതാ ഗ്രൂപ്പ് ഉൾപ്പെടെ 10 പേർ. അപ്പോൾ ഇത്തരം മനോഹരമായ ഈ കൃഷി ഇവിടെ ഫലപ്രദമായി ചെയ്തതിന് അവരെ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ തണ്ണിമത്തൻ പരിപാടി പൗത്രേശ്വരം പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെയാണ് ചെയ്യുന്നത്. എനിക്ക് രത്നകുമാരി മാഡത്തെ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. പിന്നെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ ഇത്തരം കൃഷി ഫലപ്രദമായി ഏറ്റെടുത്ത് ചെയ്യുന്നത് വലിയ പാടാണിപ്പോൾ. ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇവിടെ കാട് കയറി കിടന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ എച്ചാൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ കാട് കയറി കിടന്ന ഈ സ്ഥലം തരിശ് ഇത്രയും വൃത്തിയായി ഫലപ്രദമായി കൃഷി ചെയ്യുന്നതിന് ഫലപ്രദമായി ഇടപെട്ടതിനെ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പൗത്രേശ്വരം പഞ്ചായത്ത് തന്നെ തരിശ് നിലങ്ങൾ ഉൾപ്പെടെ ഫലപ്രദമായി കൃഷി ചെയ്യുകയാണ്. ജില്ലാതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. പൗത്രേശ്വരം പഞ്ചായത്ത് തന്നെ ഏതാണ്ട് 47 ഏക്കർ തരിശ് നിലം ഇപ്പോൾ കൃഷി ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ രത്നകുമാരി മാഡം പറഞ്ഞതുപോലെ ഇതെല്ലാം നേതൃത്വമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നമ്മുടെ പൗത്രേശ്വരം കൃഷി ഓഫീസിനെ സംബന്ധിച്ചെല്ലാം നാടൻ പറഞ്ഞു. കാരണം ഇത്തരം കാര്യങ്ങൾ ഫലപ്രദമായി ഇടപെട്ട് ചെയ്യുന്നതിന് നേതൃത്വമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തരിശായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ പലയിടത്ത് കിടപ്പുണ്ട്. അതെല്ലാം ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാകണമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സമീപനമാണ്. അതാണ് ഇവിടെ നടന്നത്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് 2:30 ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ അത് എന്നോട് മാഡം പറഞ്ഞു, കാരണം എന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉച്ചയ്ക്കായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വൈകിട്ടായിരിക്കും. അപ്പോൾ ജില്ലാതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ വരിക എന്നുള്ളത് കൊണ്ടാണ് ഓടി വന്നത്. മാത്രമല്ല, ഇവിടെ നമ്മുടെ പൗത്രേശ്വരം പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നും ഈ തണ്ണിമത്തൻ ഇത്ര ഫലപ്രദമായി കൃഷി ചെയ്ത ഒരു സ്ഥലം നമ്മൾ കണ്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. മാത്രമല്ല, ഇത് ഒരാളുടെ വസ്തു എന്നുള്ളതല്ല, ഇവിടെ ഇപ്പോൾ മാഡത്തിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ്. പക്ഷെ ഇവിടെ കാട് കയറി കിടന്ന ഫലപ്രദമായി ഒരു പക്ഷേ ഒന്നും ചെയ്യാൻ കിടന്നിരുന്ന ഈ സ്ഥലം ഫലപ്രദമായി ചെയ്തതിലാണ് ആ കർഷക കൂട്ടായ്മയെ അഭിനന്ദിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ പോരുമ്പോഴൊക്കെ ഒരു 9 വനിതകൾ ഇല്ലേ, ഈ പറഞ്ഞ കരുതർമ്മസേനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. 9 വനിതകൾ, ഒരു പുരുഷൻ. ആ പുരുഷനെ അഭിനന്ദിക്കുകയാണ് ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായി തരിശായി കിടക്കുന്ന നിലങ്ങൾ ഉൾപ്പെടെ പുരയിടം ഉൾപ്പെടെ ഫലപ്രദമായി കൃഷി ചെയ്യുവാൻ ഇതൊരു മാതൃകയാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പൗത്രേശ്വരം പഞ്ചായത്ത് ഇങ്ങനെ ഒരു കൃഷി ഫലപ്രദമായി ചെയ്യുവാനും ജില്ലാതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നത് കാണുവാനും ഇത്ര ഒരു മീറ്റിംഗ് കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കർഷകർക്കൊരു ആവേശം പകരുന്ന തരത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കൃഷി ഉദ്യോഗസ്ഥ കൂടിയായ രത്നകുമാരി മാഡം കാണിച്ച ആ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ബാക്കിയുള്ളവർക്ക് കൂടി ഒരു മാതൃകയായിട്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമായി പങ്കുവച്ച ഈ കർഷക കൂട്ടായ്മ, അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി ഓഫീസർ ഉൾപ്പെടെ, പൗത്രേശ്വരം പഞ്ചായത്തിലെ കൃഷി ഓഫീസർ ഉൾപ്പെടെ, നമ്മുടെ സുരേഷ് സാർ ഉൾപ്പെടെ, ഞാൻ നോക്കുമ്പോൾ മിക്ക ദിവസങ്ങളും മുമ്പ് 6 മണിക്ക് ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെയാണ് ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത്. മാത്രമല്ല, ഇത് കാണണമെന്ന് കാണിച്ച, അല്ലെങ്കിൽ ഇത് വന്ന് കാണണമെന്ന് തോന്നിച്ച ജില്ലാതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത് കാണുക എന്നുള്ളതാണ്. സാധാരണ എങ്ങനെ ആരും ഉദ്യോഗസ്ഥർ കാണാൻ പോകാറില്ല, അവിടെ നടക്കട്ടെ കാര്യം.
കാരണം നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ല. അവിടെ ഓരോ പഞ്ചായത്തിലും ഇത്തരം കൃഷി നടക്കട്ടെ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ ഫലപ്രദമായി ഇടപെട്ടെ എന്ന് ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഇത് ചില വ്യക്തികൾ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് വളരെ സന്തോഷം തോന്നുന്നു. മാത്രമല്ല, ഇനി നമ്മുടെ ഈ പഞ്ചായത്തില്, ഈ പ്രദേശത്തെ ഈ വിവിധ മേഖലകളിൽ ഇത്തരം കൃഷികൾ ഫലപ്രദമായി നടക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തരിശായിട്ട് കിടക്കുന്നത്, കാട് കയറി കിടക്കുന്ന സ്ഥലമാണ്, വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം എങ്ങനെ ചെയ്യാതിരിക്കാം എന്ന് നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ പ്രശ്നങ്ങളെല്ലാം എതിരിട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ അവിടെ കൃഷി ഇറക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്കിവിടെ ഇന്ന് കാണാൻ കഴിയുന്നത്. സാധാരണ അധികം സാധാരണമല്ലാത്ത തണ്ണിമത്തൻ പോലുള്ള കൃഷിരീതികൾ, ഇന്നവേറ്റീവ് ആയിട്ടുള്ള കൃഷിരീതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് വഴി അത് മറ്റു കർഷകർക്കും നാട്ടുകാർക്കും ഒരുപോലെ തന്നെ പ്രചോദനമേകുന്ന ഒരു സംരംഭത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ അതൊരു മാതൃകയാക്കി എടുക്കാനായിട്ട് സാധിക്കും. വീടുകളിൽ നമ്മൾ 2 or 3 ചട്ടികളിൽ ഒരു 3 കോളിഫ്ലവറോ അല്ലെങ്കിൽ ക്യാബേജോ വളർത്താൻ പെടുന്ന പാട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും സ്ഥലത്ത് വെള്ളത്തിൻ്റെ പരിമിതിയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ പലതരം കൃഷികൾ ഇവിടെ ചെയ്ത് ഇന്ന് ഒരു വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞത് അവരുടെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും. ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രത്നകുമാരി ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഉച്ച കഴിയുമ്പോൾ ഒന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ എന്തോ വീട്ടുവളപ്പിൽ എന്തോ ചെറിയ പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ നിമിഷം രത്നകുമാരിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. നമുക്ക് നമ്മുടെ ബ്ലോക്കിലും ഈ രീതിയിൽ മാക്സിമം തരിശെടുത്ത് ചെയ്യാൻ രത്നകുമാരി മുന്നിൽ കാണണം. എല്ലാവിധ ആശംസകളും. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ തൃശ്ശൂർ പഞ്ചായത്തിലെ ഈ കർഷക കൂട്ടായ്മ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ ഒരു പ്ലോട്ടിന്റെ തുടക്കം മുതൽ ഈ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ നമ്മളിവിടെ ഉണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൽ ലൂസ് ഫ്ലവറിന് വേണ്ടിയിട്ട് ബന്ദികൃഷിക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റ് വെച്ചു. അപ്പോൾ ഇവിടെ ബന്ദികൃഷി ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്ലോട്ട് ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് ഈ ഒരു വർക്ക് തുടങ്ങുന്നത്. അവർക്ക് ഈ രത്നകുമാരി മാഡം എനിക്കൊന്ന് കൃഷി വകുപ്പിലായതുകൊണ്ട് തന്നെ കൂടെ അവർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി നല്ലൊരു അറിവുണ്ടായിരുന്നു. ഇപ്പം ബാക്കി നമ്മുടെ പഞ്ചായത്തിൽ വേറെ ഒരുപാട് പേര് ലൂസ് ഫ്ലവർ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും അവരെക്കാളും കൂടുതൽ ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്തവർക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് മാർക്കറ്റിംഗ് സപ്പോർട്ട് വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ ലൂസ് ഫ്ലവറിൻ്റെ കൂടെ ബന്ദിപ്പൂവിൻ്റെ കൂടെ തന്നെ പച്ചക്കറിയും ചെയ്തിരുന്നു. അപ്പോൾ ഫസ്റ്റ് കൃഷി അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയമായിരുന്നു. ഇത് അവരുടെ സെക്കൻഡ് ക്രോപ്പാണ്. അപ്പോൾ സെക്കൻഡ് ക്രോപ്പിന് നമ്മൾ പ്രിസിഷൻ ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് SSM പദ്ധതിയുടെ കീഴിലുള്ള ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ മികച്ച രീതിയിൽ ആണിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലൊരു വിളവ് ഇപ്പോൾ തണ്ണിമത്തൻ കൃഷി നല്ല രീതിയിലൊരു വിളവ് കിട്ടി. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് കൃഷിക്കൂടത്തിൽ രത്നകുമാരൻ ചേച്ചിക്കും അതുപോലെ തന്നെ കൂടെ പ്രവർത്തിച്ച ബാക്കി 9 പേർക്കും എന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനം ഇനിയും ഇതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വർഷം പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്, ഇറിഗേഷൻ വെള്ളം എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് LSTD പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പ് സെറ്റിനൊക്കെ നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അസിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന രീതിയിൽ നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും കൃഷിഭവന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. സംരംഭം ഇത്രയും വിജയമാക്കി തീർത്ത സ്ത്രീ കുടുംബശ്രീ അംഗങ്ങളെ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഞങ്ങളും ഞങ്ങളുടെ സ്കൂളിലും ആണെന്നുള്ളത് ഒരു സത്യമാണ്. നല്ല ടേസ്റ്റോടുകൂടി കിട്ടുന്ന ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പലപ്പോഴും ആശയം വിളിച്ച് പറയുകയും സ്കൂളിൽ എത്തിക്കുകയും ചെയ്യുമായിരുന്നു. സ്ത്രീ ശക്തി എത്രത്തോളം ഉണ്ടെന്ന്, സ്ത്രീ എത്രത്തോളം ശക്തി നിറഞ്ഞതാണെന്നും തെളിയിക്കുന്ന ഒരു സംരംഭം. സ്ത്രീക്ക് സ്ത്രീയുടെ ശക്തി അറിഞ്ഞുകൂടാ, പക്ഷെ ശക്തി മനസ്സിലാക്കി മുന്നോട്ടിറങ്ങിയാൽ അവർക്ക് എന്തും നേടാനാകും ഈ ലോകത്തെന്ന് തെളിയിക്കുന്ന ഒരു സംരംഭം. ഇത്
തുടക്കം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ടുമുണ്ട്. ഇത്രയും നല്ലൊരു സംരംഭം വൻ വിജയമാക്കി തീർത്ത ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഈ ഇവിടെയുള്ളവരുടെ ഏറ്റവും ശക്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒത്തൊരുമയാണ്. ഒത്തൊരുമയോടെ എല്ലാവരും നല്ലതുപോലെ അവരുടെ അങ്കണവാടിയിലുള്ളവരും ഉണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരും ഉണ്ട്. അവരുടെ ആ സമയം കഴിഞ്ഞ് ഉള്ള സമയങ്ങളിൽ അവർ ഒന്ന് കൂട്ടായ്മയോടെയാണെങ്കിൽ എല്ലാവരും ചേർന്ന് നല്ല രീതിയിലാണെങ്കിൽ കൃഷി ചെയ്യുകയും